ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാർട്ടി റൈസ് ആണ് ഉണ്ടാക്കുന്നത്, പേർഷ്യൻ ജ്വൽഡ് റൈസ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ജൂലിയനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതുപോലെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഈ തൊലി എടുക്കുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം പെടാതെ വേണം നമുക്ക് ഈ തൊലി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചോറിനൊരു കയ്പ്പരസം വരും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ തൊലി എടുക്കാൻ നമുക്ക് ഇതുപോലൊരു പീലർ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളഭാഗം ഒട്ടും പെടാതെ തന്നെ നമുക്ക് തൊലി എടുക്കാൻ കഴിയും. അപ്പോൾ ഈ തൊലിയും ഇതുപോലെ തന്നെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെടുത്ത തൊലി കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വെള്ളമെല്ലാം കളയുക. എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്ത് വെക്കുക. വീണ്ടും ആ വെള്ളമെല്ലാം കളഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലിയിൽ കുറച്ചെങ്കിലും കയ്പ്പ് രസം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് കുറച്ച് കൂടുതൽ ഉപ്പും കൂടെ ഇടാം. കാരണം നമ്മൾ അരി തിളപ്പിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 കപ്പ് ബസ്മതി റൈസ് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 95 മുതൽ 98% വരെ വേവിച്ചെടുക്കാം. അരി നന്നായിട്ട് വേവായിട്ട് കുഴഞ്ഞു പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു 95% വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞെടുക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ബട്ടറാണ്. ബട്ടറും ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ ബട്ടർ ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് മുറിച്ചെടുത്ത സവാളയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക.
2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അധികം മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ പഞ്ചസാരയിൽ സവാള ഒന്നിങ്ങനെ വഴണ്ടി ഒരു കാരമൽ കളറായിട്ട് മാറണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. ഈ സവാള ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 കപ്പോളം ഓറഞ്ചിൻ്റെ തൊലിയുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുന്തിരിയുടെ അളവൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്നിങ്ങനെ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഈ സവാള, ക്യാരറ്റ്, ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ, അത് ഈ ചോറിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തുമായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതായത് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച ബദാമാണിത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്ത ബദാമാണിത്. പിന്നെ വേണ്ടത് പിസ്തയാണ്. പിസ്തയും ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊക്കെ. ഇനി ഞാനിവിടെ ചേർക്കുന്നത് പോമോഗ്രാനറ്റ് സീഡ്സ് ആണ്. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാൻ.
ഇത് കഴിക്കണ നേരത്തെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം. ഇത് ബീഫ്, മട്ടൺ, ചിക്കന് ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെ നമുക്ക് ഈ റൈസ് സെർവ് ചെയ്യാം. ഇത് തവാ ചിക്കൻ്റെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യണത്. ഞാൻ തവാ ചിക്കൻ്റെ റെസിപ്പി ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ തവാ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇതൊരു പാർട്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈസാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ